നമ്മളൊക്കെ ആരെയാണ് വളർത്തുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആരെയാണ് താരാട്ട് പാടുന്നത്? പിശാചിനെയല്ലേ? പാപത്തെയല്ലേ? സഭയ്ക്കെതിരായിട്ടല്ല നമ്മൾ പോകുന്നത്, ദൈവത്തിനെതിരായിട്ടല്ല നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുദ്ധം ആർക്കെതിരായിട്ടാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിനെതിരായിട്ടുള്ള യുദ്ധമാണിപ്പോൾ നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ ജഡീകരാണ്. ജഡീകനും ആത്മീയനും തമ്മിൽ എന്ന് യുദ്ധം ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ യുദ്ധമുണ്ട്. അതുകൊണ്ട് ആത്മീയതയെ പാലൂട്ടി വളർത്തണം. അപ്പം മോശയുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർ, ലോകം, അന്ധവിശ്വാസം, അനാചാരങ്ങൾ, ഇതെല്ലാം നിലനിന്ന് ഇസ്രായേൽ ജനം ദൈവത്തെയും കൈപിടിഞ്ഞു. ദൈവമുള്ള ജനം ദൈവത്തെ കൈപിടിഞ്ഞു. ബാക്കിയുള്ള ഈജിപ്തിലെ ജനം ദൈവം ഇല്ലാത്ത ജനം. അവർ കല്ലിനെയും തടിയെയും ഫറവോനെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുക ദൈവമായിട്ട്. മനുഷ്യരെ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറവോൻ പറയുന്നത് ദൈവവചനം. അങ്ങനെ ജീവിക്കുന്ന ജനം. അതിൻ്റെ മധ്യത്തിൽ മോശ എന്ന ഒരു പ്രവാചകനായി ജനിക്കേണ്ടവൻ കൊലപാതകിയായി മാറി. അവസാനം അവൻ നാട് വിട്ട് അവൻ ഒറ്റയ്ക്കായി. ദൈവം കാത്തിരിക്കുന്നതാണ്, നമ്മുടെ പുറകെ ഉണ്ട്. പക്ഷേ ദൈവം നോക്കിയിരിക്കും, ഇവനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണം എനിക്ക് 2 വർത്താനം പറയാൻ. അതെപ്പോഴാണ് കിട്ടുന്നതെന്നറിയാവും? നമ്മുടെയൊക്കെ കാലത്ത് കിട്ടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മക്കൾ വിദേശ രാജ്യം, ഒരെണ്ണം അമേരിക്കയ്ക്കും പോയി, ഒരെണ്ണം ഇംഗ്ലണ്ടിനും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് പൈസ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഉടനെ നമ്മുടെ ഒരു ചിന്ത ചെയ്തിട്ട് പൈസ എണ്ണി മടുത്തു. എൻ്റെ ദൈവമേ, ഇതെല്ലാം എണ്ണി അന്നേരവും നേരെയില്ല പ്രാർത്ഥിക്കാൻ. പിന്നെ തോട്ടം അവിടെ കിടക്കുന്നു, 2 വലിയ പട്ടിയെ മേടിച്ചിട്ടിട്ടുണ്ട്, ആ പട്ടിക്ക് തീറ്റ കൊടുക്കണ്ടേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ നേരെയില്ല. പിന്നെ സീരിയലും കണ്ട് സിനിമയും കണ്ട് മക്കളെ പിന്നെ വീഡിയോ കോളിൽ വിളിക്കും. എടീ, എന്നാ ഉണ്ടൊരു വിശേഷം? അമ്മ എന്നാ ഇന്ന് കഴിച്ചത്? ഞാൻ ചോറുണ്ടു. ഉണ്ടല്ലേ, നല്ലവണ്ണം കഴിച്ചോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളും വിളിച്ച് കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കും. ദൈവമായിട്ട് വീഡിയോ കോൾ വിളിക്കാൻ നേരമുണ്ടോ? ഇല്ല. അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഇതാ പെട്ടെന്ന് അമ്മച്ചിയുടെ വയറ്റിൽ ഒരു മുഴ. അവിടെ പറഞ്ഞു, എടി എന്നാന്നറിയത്തില്ല, ഇവിടെ ഒരു മുഴ. ഉടനെ പറയും, അപ്പുറത്തെ നാണുവിൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് പോയി അമ്മയൊന്ന് ആശുപത്രി പോകണം കേട്ടോ. അങ്ങനെ നാണുവിൻ്റെ മകനെയും കൂട്ടി ആശുപത്രി ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പം ക്യാൻസർ. ഡോക്ടർ മുഖത്ത് നോക്കി, ഇപ്പോഴത്തെ ഡോക്ടർമാരുള്ള കാര്യം നോക്കുക, ഇത് ക്യാൻസറാണ് കേട്ടോ, ചാകാൻ സാധ്യതയുണ്ട്, റേഡിയേഷൻ വേണം. റേഡിയേഷൻ നടത്തുന്നതോടുകൂടി പിന്നെ എഴുന്നേക്കാൻ മേലാതെയായി. അങ്ങനെ എഴുന്നേക്കാൻ മേലാതെ കട്ടിലേക്ക് കിടക്കുമ്പം ഫോണിൽ കൂടെ വിളിക്കും, അമ്മ എങ്ങനെയുണ്ട്, വേദന? നിങ്ങളിവിടെ വരണം, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. അയ്യോ, വരാൻ പറ്റത്തില്ല, ഒരു 3 വർഷത്തേന് ഇനി അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അന്നേരമാണ് മനസ്സിലാകുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല. ഇന്ന് കേരളത്തിലെ 60 വയസ്സിന് മുകളിലുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും അവരുടെ മനസാക്ഷിയിൽ നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? ഞാൻ ഈ കണ്ട രാജാവിനെ പോലെ വന്നതാണ്. സത്യത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ കിരീടമില്ല. പണ്ടും കിരീടം ഇല്ലായിരുന്നു, പക്ഷെ നമ്മുടെ ചിന്ത കിരീടം ഉണ്ടെന്നാ, ചെങ്കോലുണ്ടെന്നാ. ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്ന് മനസ്സിലാകും. ആ യാഥാർത്ഥ്യം മനസ്സിലായി കഴിയുമ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചും കൂടെ പോയി. അപ്പം അമ്മച്ചി ഒറ്റയ്ക്ക്, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. ഈ ഒറ്റപ്പെടൽ എപ്പോഴെന്തെങ്കിലും ഉണ്ടായിക്കഴിയുമ്പോൾ കർത്താവ് പതുക്കെ എൻട്രി ചെയ്യും. അങ്ങനെയാണ് മോശ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ, മോശ പണ്ടും ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ മോശ ചെയ്ത്, എനിക്ക് ഇസ്രായേൽ ജനമുണ്ട്, ഞങ്ങൾ ഈജിപ്തിലെ ഉമ്മാരുമായിട്ട് അടിച്ച് നിൽക്കും, തൊഴിച്ച് നിൽക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ഞങ്ങൾ അടിച്ച് നിൽക്കും, ഞങ്ങൾ ഇടിച്ച് നിൽക്കും. ഒരു കഥയില്ല. അവസാനം ഒറ്റയ്ക്കായി, ആരുമില്ല. അങ്ങനെ എന്നാൽ പിന്നെ ആടിനെയും വളർത്തി ജീവിക്കാമെന്ന് ഓർത്തുകൊണ്ട് അമ്മായിയപ്പൻ്റെ ആടിനെയായിട്ട് ജീവിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ അഗ്നി. അതെന്നാടാ കത്തുന്നത്? അവിടെയാണ്ടൊരു പുക. കാണാൻ വേണ്ടി അടുത്ത് ചെന്നതാ. ഉടനെ അഗ്നിയുടെ മധ്യത്തിൽ നിന്നൊരു സ്വരം, തീയുടെ മധ്യത്തിൽ നിന്നൊരു സ്വരം. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ്. അതിൻ്റെ മധ്യത്തിൽ നിന്നൊരു സ്വരം, മോശ. ആരെ വിളിച്ചത്? ഈജിപ്തിൽ നിന്ന് മറ്റേ പോലീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണോ? മോശ ചുറ്റും നോക്കി, അങ്ങാരാ? ഈജിപ്തിലെ പോലീസാണോ? എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? ഉടനെ
മോശ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. തീയാണെന്ന് പറഞ്ഞാലും ഈ തീയുടെ പ്രത്യേകത വിറകില്ലാതെ കത്തുന്ന തീയാണ്. ബാക്കി ലോകത്തിലെ എല്ലാ തീയും വിറകോടുകൂടിയേ കത്തത്തുള്ളൂ. വിറകിട്ട് കൊടുത്താൽ കത്തും. നമ്മുടെയൊക്കെ നാട്ടിൽ പലതും കത്തുന്നത് വിറകിട്ട് കൊടുത്തിട്ട അല്ലേ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബാൻഡ് മേളമില്ലാത്ത, ചെണ്ടയില്ലാത്ത, എലിമിനേഷൻ ലൈറ്റുകളില്ലാത്ത, പോത്തിനെ വെട്ടാത്ത ഒരു പെരുന്നാളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വരുന്നതിൻ്റെ എത്ര % ആൾ വരും? അല്ല, നിങ്ങളുടെ പള്ളിയിലെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നാട്ടുകാരൻ്റെ കാര്യം വേണ്ട. എത്ര പേര് കാണും? 10% ആൾ പോലും പള്ളി വരികയില്ല. 10%. അപ്പം നമ്മൾ ഈ കത്തിക്കുന്നത് മുഴുവൻ എന്താണ്? അഡീഷണൽ വിറകിട്ട് കത്തിച്ച് തീ കാണിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ തീയല്ലിത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു തീയുണ്ട്. അതാണ് വിശുദ്ധ കുർബാന. ഒരാൾ വിശുദ്ധ കുർബാനയിൽ കൃത്യസമയത്ത് വരികയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും പുരോഹിതന്മാർ കുർബാന കൊടുത്ത് കൈകഴയ്ക്കുകയും നടുപൊടിയുകയും ചെയ്യുന്ന ഒരു ദേവാലയമുണ്ടെങ്കിൽ ആ ദേവാലയമാണ് യഥാർത്ഥ അഗ്നി കത്തുന്ന ദേവാലയം. പുരോഹിതന്മാർ കുമ്പസാരത്തിന് വേണ്ടി കാത്തിരുന്ന് അയാളുടെ നടുവ് കഴയ്ക്കുകയും തൊണ്ട വറ്റുകയും ചെയ്യുന്ന ദേവാലയമുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ അഗ്നി കത്തുന്ന ദേവാലയം. ദേവാലയം അടയ്ക്കാൻ സമ്മതിക്കാതെ ജനം തൻ്റെ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ രാവും പകലും എല്ലാ ആവശ്യങ്ങൾക്കും എന്ത് നന്മ കിട്ടിയാലും എന്ത് ബലഹീനത വന്നാലും ദേവാലയത്തിലേക്ക് ഓടിപ്പോയി ദേവാലയത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന കപ്പിയാർ നോക്കിയിട്ട് പള്ളി അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ ജനം പള്ളിയിൽ വന്ന് കണ്ണീരോടെ, തള്ളലൊന്നും വേണമെന്നില്ല, 10 പേരായാലും പള്ളി വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ അഗ്നി കത്തുന്ന ദേവാലയം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിറകിട്ട് കൊടുത്താൽ യഥാർത്ഥ അഗ്നി തിരിച്ചറിയാൻ പറ്റാതെ വരും. മണ്ണെണ്ണ ഒഴിച്ച് വിറക് കത്തിക്കുന്ന പോലെയാണ്. നമ്മൾ വിറക് കത്തിക്കാൻ നോക്കി, കത്തുന്നില്ല. മണ്ണെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഷൂ എന്ന് പറഞ്ഞൊരാളിച്ച കുറച്ച് നേരത്തേനുള്ളത് കഴിയുമ്പോൾ തീരും. ഈ ഇലിമിനേഷൻ ലൈറ്റെല്ലാം അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് ബാൻഡ് മേളക്കാരൻ ചെണ്ടയായിട്ട് പോയി കഴിയുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഈ അഗ്നിയുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു സ്വരം. ഉടനെ മോശ ചോദിച്ചു, അങ്ങാരാ? ദൈവം പറഞ്ഞു, ഞാനേ നിങ്ങളുടെ ഒരു പഴയ ദൈവമാണേ. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, പിന്നെന്താ പറഞ്ഞത്? ഞാൻ ഈ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ഈ ചോറൊക്കെ തരികയല്ലേ, അതെല്ലാം ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. മറ്റേ കഞ്ഞി ഉണ്ടാക്കാനുള്ള അരി അത് ഞാനാണ് ഉണ്ടാക്കിയത്. ഈ മണ്ണില്ലേ, അതാ ഞാൻ ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെ വല്ലതും പരിചയപ്പെടുത്തിയോ? ഇല്ല. പിന്നെ എങ്ങനെന്താ പരിചയപ്പെടുത്തിയത്? നിൻ്റെ അപ്പൻ്റെ ദൈവമാണ് ഞാൻ. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. അങ്ങനെ കുറേ പുള്ളികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യാക്കോബ്, നിങ്ങളുടെ അപ്പൻ്റെ അപ്പൻ, അവരുടെ അപ്പൻ, അവരൊക്കെ വലിയ വിശ്വാസികളാണെന്ന് വലിയ ചലഞ്ചിങ് ആയിട്ടാണ് അവർ ജീവിതം നടത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ നയിച്ച ദൈവത്തിൻ്റെ സ്വരമാണ് ഇനി ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ മോശം. അങ്ങനെയാണോ? എന്നാൽ അപ്പൻ്റെ ദൈവത്തിൽ നിന്ന് കണ്ടേക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുക്കാൻ നോക്കിയാൽ പറഞ്ഞു, ഇങ്ങോട്ട് എടുക്കണ്ട, ഇങ്ങോട്ടല്ല നീ വരേണ്ടത്, നീ പോകേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നിൻ്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു കളയുക. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. കുടുംബജീവിതമായതുകൊണ്ട് എന്ത് തോന്നിയവാസം കാണിക്കാമെന്ന് വിചാരിക്കരുത്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഗർഭപാത്രം എല്ലാത്തിനും ഉപയോഗിക്കാമെന്ന് വിചാരിക്കരുത്. അതിൽ എൻ്റെ ജീവൻ പകരാൻ ഞാൻ വെച്ചിരിക്കുന്ന ഇടമാണ്. നിൻ്റെ ശരീരം അടുത്ത തലമുറയിൽ മക്കളെ ജന്മം നൽകി വിശുദ്ധരാക്കി വളർത്താൻ വേണ്ടിയിട്ടുള്ള ശരീരമാണ്. നിൻ്റെ അധരങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ടി, നിനക്ക് ഈ ഭൂമുഖം നൽകി എന്നെ സ്തുതിച്ചാരാധിക്കാനും ശക്തി പ്രാപിക്കാനും എന്നെപ്പോലെ ആയിത്തീരാനും നിനക്ക് തന്നതാണ് ഈ ശരീരം. നിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും എൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ഞാൻ തന്നതാണ്. അതുകൊണ്ട് നീ ഏത് വിളി സ്വീകരിച്ച വ്യക്തിയായാലും, അച്ഛനാണോ, ബിഷപ്പാണോ, കുടുംബജീവിതക്കാരനാണോ, ഏത് ജീവിത വിളി നീ സ്വീകരിച്ചവനാണേലും നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അതുകൊണ്ട് കണ്ട ബാറിലും ഷാപ്പിലും ഒക്കെ നീ കയറിയിരിക്കുകയാണെങ്കിൽ നിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും.
എനിക്ക് സഹായിക്കാനാവില്ല. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈ ധ്യാനത്തിനിരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, നീ ഇരിക്കുന്ന വീടും നീ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളും പരിശുദ്ധമാണ്. അവിടെ സത്യസന്ധമായി ജീവിതം നയിക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞത്. മോശ പതുക്കെ കാലയിലെ ചെരുപ്പ് ഊരിക്കളഞ്ഞു. കാലയിലെ ചെരുപ്പ് ഊരിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ താൻ സുരക്ഷിതത്വം കണ്ടെത്തിയിരുന്ന ഭൗമിക കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം അയാൾ വലിച്ചെറിഞ്ഞു. ഇതാണ് ഒരു ക്രിസ്ത്യാനിക്കിപ്പം വേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ കണ്ടെത്തുന്ന സുരക്ഷിതത്വങ്ങളുണ്ടല്ലോ, നമുക്ക് കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയം ബലമുണ്ട്, ആ ബലമുണ്ട്, ഈ ബലമുണ്ട്, ഇതെല്ലാം അങ്ങോട്ട് കള. ഇതൊന്നും നമ്മളെ സഹായിക്കുകയില്ല എന്ന് നിങ്ങളെ ആ ജീവിതം പഠിപ്പിക്കും. അപ്പോൾ മോശ ഇസ്രായേൽ അങ്ങനെ ജീവിച്ചു. അവസാനം മോശയോട് ദൈവം പറഞ്ഞു, ഞാനാണ് നിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം. അപ്പോൾ എങ്ങനെയാണ് ഈ അബ്രഹാമിന് ദൈവത്തെ കിട്ടിയത്? എങ്ങനെയാണ്? യൂദത്തിൻ്റെ പുസ്തകത്തിൽ ബാക്കി വായിക്കാം. നമ്മൾ കേട്ടു, വായിച്ചേ, ബാക്കി കൂടെ വായിച്ചേ. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും അവർ പുറന്തള്ളപ്പെട്ടു. അപ്പം നമ്മൾ ആ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇസ്രായേലിൻ്റെ ആദ്യത്തെ ചരിത്രം ആരംഭിക്കുന്ന അബ്രഹാമിലാണ്, അല്ലേ? അബ്രഹാം പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് താൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചു. ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്ന കാര്യം, എന്തിനായിരിക്കും അബ്രഹാം അപ്പനെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചാർച്ചക്കാരെ എല്ലാം വിട്ടിട്ട് ഈ മക്കളില്ലാത്തപ്പം പോകാൻ ദൈവം പറഞ്ഞത്? അങ്ങനത്തെ ക്രൂരത എന്തിനാണ് കാണിച്ചത്? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. അബ്രഹാം ഒരു ദിവസം കൊച്ചു പയ്യനാ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു സ്വരം, അബ്രഹാം. മോശയ്ക്ക് അങ്ങനെ സ്വരം കിട്ടിയെങ്കിൽ അബ്രഹാമിന് കിട്ടുമല്ലോ. അബ്രഹാം. ആരാ? അബ്രഹാം പൂജാമുറിയിലിരിക്കുക. അപ്പം ഒത്തിരി ദൈവങ്ങളിങ്ങനെ ഇരിക്കുക. അന്നത്തെ കാലത്തെ കൽദായ ദേശത്തെ ഒത്തിരി അവർക്ക് കിട്ടുന്നതെല്ലാം ദൈവമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുക. അബ്രഹാം. ആരാ? ഏതെങ്കിലും രൂപങ്ങൾ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കി. ഇന്നേ വരെ അരങ്ങി കണ്ടിട്ടില്ല. ഉടനെ പറഞ്ഞു, ആരാ ഇത്? ഞാനാണ് നിൻ്റെ ദൈവം. ഓ, അങ്ങനെ ഒരു ദൈവമുണ്ടോ? ഞാനാണ് സ്വർഗസ്ഥനായ ദൈവം, ആൽഫയും ഒമേഗയും, ആദിയും അന്തവും. പുതിയ നിയമത്തിൽ മാതാവ് എന്താ പറഞ്ഞു? ഇതാ ദാസി, നിൻ്റെ ഇഷ്ടമെന്നിൽ നടക്കട്ടെ. എങ്ങനെയെങ്കിൽ അബ്രഹാം എന്ത് പറഞ്ഞു കാണും? ഇതാ ദാസൻ, നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഈ കാണുന്നതൊക്കെ ദൂരക്കള, ഇതൊന്നും വേണ്ട നിനക്ക്. ഇന്നു മുതൽ ഞാനാണ് നിൻ്റെ ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ നയിക്കാൻ പോകുന്നത് ഞാനാണ്. അബ്രഹാം വൈകുന്നേരം ആയപ്പോൾ അപ്പം വിളിച്ചു, മോനെ ഇനി വന്നടാ, എല്ലാത്തിനും കൂടെ തിരി കത്തിച്ചേ, നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. ഒന്നിനും കത്തിക്കാതിരിക്കരുത്, കാരണം ഒരാൾക്ക് കത്തിച്ചിട്ട് മറ്റേ ആൾക്ക് കത്തിച്ചില്ലെങ്കിൽ അയാൾക്ക് വിഷമാവുകയല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും കത്തിക്കേ. ഉടനെ അബ്രഹാം പറഞ്ഞു, അപ്പാ, ഇല്ലപ്പാ, ഞാൻ ഒരു ദൈവത്തെ കണ്ടു. കണ്ടോ? ഇല്ല, കണ്ടില്ല, കേട്ടു. അതേ ദൈവ, അതാണ് ഭൂമുഖം മുഴുവൻ സൃഷ്ടിച്ച ദൈവം. നീ ഇവനെ കാണാതെ കേട്ടു, എൻ്റെ ഉള്ളിൽ ആ സ്വരം ഞാൻ കേട്ടു. എടാ, അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടു. അതാണ് യഥാർത്ഥ ദൈവം. ആ കളിയൊന്നും ഇവിടെ വേണ്ട ചെറുക്ക. മര്യാദയ്ക്ക് നീ ഒന്നുകിൽ ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ട്, ഞങ്ങൾ കാണിക്കുന്നത് കണ്ടോണ്ട് നീ ഇരുന്നോണം, ഇല്ലെങ്കിൽ ഇറങ്ങിക്കോണം, ഗെറ്റ് ഔട്ട്. അബ്രഹാമിന് ദൈവത്തെ കണ്ടതുകൊണ്ട് കുടുംബത്തിലുള്ളവരോട് നഷ്ടപ്പെട്ടു, മക്കളൊട്ടില്ലതാ. അബ്രഹാം ദൈവത്തോട്, അപ്പാ എന്നാ ചെയ്യേണ്ടത്? അങ്ങനാണെങ്കിൽ എന്നെ വേണ്ടാത്തവരെ നീ അങ്ങ് വിട്ടേര്, എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നത് സ്ഥലത്തേക്ക് അങ്ങ് പോക്കൂ. ഇസ്രായേൽ എന്ന് പറയുന്നൊരു സമൂഹത്തിൻ്റെ ചരിത്രം ദൈവത്തെ വേണ്ടെന്ന് വെച്ച കൽദായ സമൂഹത്തിൽ നിന്ന് ദൈവത്തെ വേണമെന്ന് വെച്ചവർ ശബ്ദം കേട്ടിട്ട് എന്തു ചെയ്തു? വീടും കുടുംബവും നാടും ഉപേക്ഷിച്ച് വേർതിരിഞ്ഞ് മാറി നടന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവനായി മാറി നടന്നു.
അതാണ് ഇസ്രായേൽ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തു ആകുന്ന ദൈവത്തെ ചങ്കിൽ സ്വീകരിച്ചിട്ട് ജീവിതം വഴിമാറ്റി യാത്ര ചെയ്ത സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് അന്നകാലത്ത് അവരുടെ അടുത്ത് കുറേ തീരുമാനങ്ങളുണ്ട്. എന്താണെന്നറിയോ? അവർ ഒറ്റ സമൂഹമായി, ക്രൈസ്തവർ ഒറ്റ സമൂഹമായി. എന്നിട്ട് എന്ത് ചെയ്തു? തങ്ങൾക്കുണ്ടായിരുന്നവ അവർ പങ്കുവച്ചു. അവർ സ്വത്തുക്കൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോസ്തലന്മാർ അത് മേടിച്ച് ആ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് ആരംഭിച്ചില്ല. മറിച്ച് എന്ത് ചെയ്തു? അത് അപ്പോസ്തലന്മാർ ഇല്ലാത്തവർക്ക് പങ്കുവെച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കേരള ക്രൈസ്തവ സമൂഹത്തിന് തങ്ങൾക്കില്ലാത്തവർക്ക്, തങ്ങളുടെ സമൂഹത്തിലെങ്കിലും ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും പങ്കുവെക്കാനും തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് കേരള സമൂഹത്തിൽ വീടില്ലാത്ത ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടാകില്ലായിരുന്നു. 10-15 ഏക്കർ ഇന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്ന നമ്മൾ ഓർക്കണം. ആ 15 ഏക്കർ വിറ്റ് അന്തക്കാലത്ത് പള്ളിയിലെ ഇടവകക്കാർക്ക്, വീടില്ലാത്തവർക്ക് ഇത്തിരി അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ അതുങ്ങൾ പഠിച്ച് വളർന്ന് നല്ല നിലയിൽ എത്തുകയില്ലായിരുന്നു. നമ്മൾ ഈ 100 കണക്കിന് കുരിശുകൾ കൊണ്ട്, അപ്പോൾ ആ കുരിശും കൊണ്ട് വരാൻ പറയുമ്പോൾ ഒരു കുരിശിന് 15,000. അച്ഛൻ പറയും, മോനെ നീ ആ കുരിശ് ഉണ്ടാക്കാൻ കാശും കൊണ്ട് ആണ്ട അപ്പുറത്തൊരു പെങ്കൊച്ചുണ്ട്, എല്ലാത്തിനും A+. പഠിക്കാൻ നിവൃത്തിയില്ലെന്ന്, നീ ഒരു 2,000 രൂപ വെച്ച് മാസം 7 മാസം നിനക്ക് ആ കൊച്ചിന് കൊടുക്കാൻ പറ്റും, ഇങ്ങോട്ട് കൊടുക്ക്. ഇത് പറയാൻ സാധിക്കണം. അതാണ് ക്രിസ്തീയത. പുതിയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ്. പറഞ്ഞോ? ഇല്ല. നമ്മളെന്ത് ചെയ്യണം? കുരിശുകളെല്ലാം നിറഞ്ഞിട്ട് കുരിശ് വെക്കാൻ ഇനി കെട്ടിടങ്ങൾ, അതങ്ങനെ. മുത്തുക്കുട കൊണ്ട് നിറഞ്ഞിട്ട് മുത്തുക്കുട വെക്കാൻ ഇനി കെട്ടിടങ്ങൾ പണിത് അങ്ങനെ. പിന്നെ ധൂവക്കുറ്റി കാരണം അടുത്തിട്ട് ധൂവക്കുറ്റി എല്ലാം കൂടെ വെക്കാനൊരു വേറെ. ഇങ്ങനെ നമ്മൾ എന്താണ് എല്ലാം കുന്നുകൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം. അവിടെയാണ് ക്രൈസ്തവ സഭയ്ക്ക് ഈ പരാജയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനിപ്പോഴും ഓർക്കാം, ഒരു പെങ്കൊച്ചിനെയും കൊണ്ടൊരമ്മ കയറി വന്നു. കുറേ നേരമായിട്ട് നിൽക്കുക, ഞാൻ ഈ ധ്യാനത്തിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛന്മാർ പറഞ്ഞു, എന്നാൽ പിന്നെ ഓഫീസിൽ കൊണ്ടുവന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പോകും. അന്നേരം പറഞ്ഞില്ല, ഞങ്ങളിവിടെ തിരുമേനിയെ കണ്ടിട്ടേ പോകത്തുള്ളൂ, അവരോട് നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിച്ചെന്നു. ഞാൻ ചോദിച്ചു, എന്താ? കുറേ സർട്ടിഫിക്കറ്റ് എടുത്ത് എൻ്റെ മുമ്പിലോട്ട്. ഞാൻ നോക്കി, എല്ലാത്തിനും A+, എല്ലാത്തിനും A+. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? കോളനിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഒരു ബാങ്ക് ലോൺ എടുക്കാൻ മേലേ? പണ്ട് ഓട്ടോറിക്ഷ ലോൺ എടുത്ത സമയത്ത് ബാങ്ക് പൈസ തിരിച്ചടയ്ക്കാതെ, കൊറോണ കാലത്ത് തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ എന്തോ പ്രശ്നമുണ്ടായി. ഇനിയിപ്പം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയില്ല. കലക്ടറെ വരെ കണ്ടു. കലക്ടറും പറഞ്ഞു, ബാങ്കുകാരുടെ പോളിസി അനുസരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, അതുകൊണ്ട് വിദ്യാഭ്യാസ ലോൺ കിട്ടുകയില്ല. CA പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാം കൂടി കുറച്ച് 10-25,000 രൂപ അടച്ചു. മുന്നോട്ട് പഠിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇരിക്കുക. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഞാൻ അയാളെ വിളിച്ചു. നമ്മുടെ ഒരാളാണ്, മക്കളൊക്കെ ഡോക്ടർമാരും ഒക്കെ നല്ല നിലയിലാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ഇതുപോലെ വല്ല സഹായമൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ ഒന്ന് ഓർത്തേക്കണം, ഞാനും വേണമെങ്കിൽ സഹായിക്കാം. അന്നേരം തന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, തിരുമേനി പറഞ്ഞു, ഞാൻ ചെയ്തേക്കാം, എത്രയാണ് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, മാസം ഒരു 5,000-6,000 രൂപ വെച്ച് കൊടുക്കാൻ, 2 ലക്ഷം 3 ലക്ഷം രൂപ വേണം, ഒരു 5,000-6,000 രൂപ വെച്ച് കൊടുക്കാമോ? ഓ, കൊടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ. സത്യത്തിൽ എന്തു സമാധാനത്തോടു കൂടിയായിരിക്കും ആ പെണ്ണിറങ്ങിപ്പോയത്. സിമ്പിൾ കാര്യമല്ലേ? മൊത്തത്തിലൊരു 4 ഫോൺ, വല്ല ചിലവുണ്ടോ? ഞാൻ അധ്വാനിക്കേണ്ടി വന്നോ? വാഴ കുഴിച്ചു വെക്കേണ്ടി വന്നോ? ഒരു വാക്ക് മതി. എന്തുകൊണ്ട് ഈ വാക്ക് വരുന്നില്ല? മെകളിൽ നിന്നുള്ള സ്വരം നമ്മൾ കേൾക്കാത്തതുകൊണ്ടല്ലേ?
നമുക്ക് പലർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ക്രൈസ്തവ സഭയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങളെയെങ്കിലും പഠിപ്പിച്ച് വളർത്തി ഉന്നത നിലയിലെത്തിക്കാമായിരുന്നു. അവർക്ക് വീടുകൾ പണിതവരെ സുരക്ഷിതരായി താമസിപ്പിക്കാമായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ചെയ്യാമായിരുന്നു. ക്രൈസ്തവ സഭ നിലകൊള്ളുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ചുറ്റുപാടുമുള്ള ജനത്തെ നമുക്കൊപ്പം പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ. അതിൽ നമ്മൾ സത്യത്തിൽ നമ്മൾ ചിലതൊക്കെ മറന്നുപോയി എന്നുള്ള സത്യം. അപ്പോൾ ഇതാ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാമും ഒക്കെ പോന്നു. മെസ്സപ്പൊട്ടോമിയായി വന്നവർ താമസിച്ചു. മെസ്സപ്പൊട്ടോമിയായിൽ ദൈവം പറഞ്ഞതനുസരിച്ച് അതെല്ലാം മരുഭൂമിയാണല്ലോ, ഒന്നുമില്ല. എന്നാലും ഇങ്ങനെ താമസിച്ചു. പോന്ന വഴിത്താരയിൽ സത്യദൈവത്തിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാക്ക് കേട്ടു എന്ന കാരണം കൊണ്ട്, അതിനൊരു കാരണമുണ്ട്. അങ്ങനെ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നോണം, ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ വാക്ക് ഗൗരവത്തോടെ എടുക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കും. എന്താ സംഭവിച്ചെന്നറിയോ? ഇതാ പോകുന്ന വഴിത്താരയിൽ അബ്രഹാം മക്കളില്ല. എങ്ങനെ ജീവിക്കും? ആരുണ്ട്? അങ്ങനെയൊക്കെ വിഷമിച്ച് നടക്കുമ്പോഴാണ് 3 പേര് വഴി നിൽക്കുന്നത്. ചെറിയ കുടിൽ കെട്ടിയിട്ടുണ്ട് അബ്രഹാം. അവിടെ സാറായി അബ്രഹായുടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. 3 പേര് വഴിയിൽ. അബ്രഹാം ചെന്ന് ചോദിച്ചു, എവിടെ പോവുക? ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോ. വിളിച്ച് കയറ്റിയിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെഴുന്നേറ്റ് പോകാൻ നേരത്ത് പറഞ്ഞു, അടുത്ത വസന്തത്തിൽ വീണ്ടും ഞാനിതിലെ വരും. വരുമ്പോൾ നിനക്ക് ഒരു മകൻ ജനിക്കും. അബ്രഹാം ഉവ്വ ഉവ്വ. കാരണം എന്താണ്? ഗസ്റ്റല്ലേ, അവർ പറയുന്നത് ഉവ്വ. ഉടനെ അകത്തുനിന്നൊരു ചിരി കേൾക്കാം, അടുക്കളയിൽ നിന്ന്. കോമഡി ഷോ കണ്ടതുപോലെ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിരി, അറിയാതെ പൊട്ടിപ്പോയത്. എന്നെങ്കിലും ഏതെങ്കിലും അമ്മച്ചിമാർക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് വന്ന് പള്ളി മാമോദിസ നമുക്കൊന്ന് കണ്ടിട്ടുണ്ട്. 88-കാരി 90-കാരി. ഇതിവിടെ ഈ പുള്ളിക്കാരിക്ക് സാറായിക്ക് പ്രായം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സാറ ചിരിച്ചൊരു പരുവത്തിനായി. സാറ ചിരിച്ചൊരു പരുവത്തിനായി. ഉടനെ അവർ ചോദിച്ചു, സാറാ നീ എന്തിനാ ചിരിക്കുന്നത്? അല്ല, ഞാൻ ചിരിച്ചില്ല, ചിരിച്ചു. കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, നടക്കുകയില്ലാത്ത കാര്യമാണെന്നല്ലേ. നടക്കുമെന്ന് പറഞ്ഞു, നടന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ചരിത്രം. ആ വിശ്വാസത്തിൻ്റെ ചരിത്രം വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബ്, ഏത് പ്രാർത്ഥന ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അബ്രഹാമിൻ്റെ കാര്യം പറയും. ഒരു കല്യാണം ആശീർവദിക്കുമ്പോൾ എങ്ങനെ പറയുന്നത്? സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. റഫ്കയോടിസഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്. വിശ്വാസ സത്യങ്ങൾ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിൻ്റെ ആരംഭത്തിൽ, സത്യത്തിൽ മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ സഭ ആശീർവദിക്കുന്നത് അബ്രഹാമിൻ്റെ പേര് പറഞ്ഞാണ്. കാര്യം എന്നാണെന്നറിയോ? പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടിട്ട് സത്യദൈവത്തെ, സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു സ്വരം മാത്രം കേട്ടിട്ട്, കണ്ടിട്ടില്ലെന്ന്, ഒരു സ്വരം മാത്രം കേട്ട് ഇറങ്ങിത്തിരിച്ചു ഒരു മക്കളില്ലാത്ത മനുഷ്യനുണ്ട്. അയാളുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. അതുകൊണ്ടാണ് എവിടെയും ദൈവം അബ്രഹാമിൻ്റെ പേര് പറഞ്ഞാണ് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളുടെ അബ്രഹാമിൻ്റെ ദൈവമാണ്.
ഞാൻ ദൈവമാണെന്നല്ല പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാൻ. അബ്രഹാം വിശ്വസിച്ച ദൈവം. ദൈവത്തിൻ്റെ പേരിൻ്റെ കൂടെ മനുഷ്യൻ്റെ പേരും കൂടെ ചേർത്ത് വെക്കാൻ വലിയ ഇഷ്ടമാണ്. അവനെ സ്നേഹിച്ചവൻ്റെ പേരും കൂടെ ചേർത്ത് വെക്കാൻ. റാങ്ക് കിട്ടിയ കൊച്ചുണ്ടെങ്കിലേ, സ്കൂളിൽ നല്ല റാങ്കൊക്കെ മേടിച്ച് പോയ കൊച്ചുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ നമ്മളെന്നാ പറയുന്നത്? റാങ്ക് കിട്ടിയ ആൻസിയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഞാൻ, അങ്ങനെയല്ലേ പറയുന്നത്? അവാർഡ് കിട്ടിയവരെ കേന്ദ്രീകരിച്ചാണ് എല്ലാം നമ്മൾ. ഇതുപോലെ നമ്മൾ ഇന്നും ആ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരോർക്കാൻ കാരണം എന്താണ്? അദ്ദേഹം സത്യദൈവത്തിന് വേണ്ടി ഒരു സ്വരം കേട്ട്, കണ്ടിട്ടില്ല, ഇറങ്ങിത്തിരിച്ച്. എത്ര വലിയ കാര്യമാണ്! അതുകൊണ്ട് ദൈവം അസാധ്യ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യമാക്കി. അതുകൊണ്ട് നമ്മൾ ആശീർവദിക്കുന്നതിന് അസാധ്യ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലും അബ്രഹാമിന് കിട്ടിയതുപോലെ കിട്ടും, നീ ഈ വിശ്വാസത്തിലാണെങ്കിൽ.